ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി ഉടനെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലാണ് കയറുന്നത്. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ഹോസ്പിറ്റലിലെ ടോപ്പ് മാനേജ്മെന്റിൽ വരുന്ന ഒരാളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതായത് ഓണർ, മേ ബി ദ ഡയറക്ടർ, ജനറൽ മാനേജർ, ഇവരെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു മേജർ പോർഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഈ ഒരു പോസ്റ്റിലോട്ട് ഒരു ട്രെയിനി ഒരിക്കലും ചെല്ലില്ല. നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനി ആയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറുന്നത്. അവിടെ നിങ്ങൾ വർക്ക് ചെയ്യും, നിങ്ങൾ കുറേ എക്സ്പീരിയൻസ് ഗാർണർ ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോസ് ഇഫ് യു ആർ എ +2 സ്റ്റുഡൻറ്റ്, നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യാതിരിക്കാം, ചിലപ്പോൾ ഒരു ഓൺലൈൻ MBA കോഴ്സ് ചെയ്യാതിരിക്കാം. ഇതിൻ്റെ എല്ലാം ഫലത്തിലും പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതിൻ്റെ എല്ലാം ഫലത്തിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സംഡേ ഫോർ ഷുവർ. പക്ഷേ ഇത് പഠിച്ചിറങ്ങിയ ഉടനെ നമ്മൾ കയറി പോകുന്ന പോസ്റ്റാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് തെറ്റാണ്. ഇൻഫാക്ട് ചില CVസിൽ ഞാൻ ഇത് കാണുന്നുണ്ട്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ കുട്ടി സ്വയം പരിചയപ്പെടുത്തുന്നത് ഐ എം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അത് തെറ്റാണ്. Crescent EduTech, rise beyond horizons.